ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാക്സോണമിയിൽ പാലിനോളജീൻ്റെ റോൾ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ പോളൻ്റെ മോർഫോളജി പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൈൻ്റെ ഓർണമെൻറ്റേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ടാക്സോണമിക് ഗ്രൂപ്പാണെന്നൊക്കെ ചിലവർക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എക്സൈൻ സ്കൾപ്ചറിങ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ടാക്സോണമിക്കലി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് പാലിനോളജി എന്ന് പറയുന്നത്. പോളൻ മോർഫോളജി എന്ന് പറയുന്നത് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ്. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് പോളൻ മോർഫോളജി എന്ന് പറയുന്നത് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോളൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ടൈപ്പ്, നമ്പർ, പൊസിഷൻ, സ്ട്രക്ചർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പർച്ചർ, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, എക്സൈൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതിനൊക്കെ എന്താണ് ടാക്സോണമിക് യൂസ്ഫുൾനെസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. ഈ പോളൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അനാട്ടമിയൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിനൊരു ക്യാരക്ടേഴ്സിൽ പല കൺക്ലൂഷൻസും നമ്മളെത്തുന്നത് അതിൻ്റെ അനോട്ടമിയും ഫീൽഡ് ഓഫ് സ്റ്റഡി പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും മനസ്സിലാവുന്നത് അല്ലേ. അതിൻ്റെ എക്സൈൻ്റെ ഓർണമെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അപ്പർച്ചറിൻ്റെ എണ്ണം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചില ഫാമിലീസിൽ എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ചില ഫാമിലീസിൽ അപ്പർച്ചർ ഇല്ലാത്ത ഫാമിലീസ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് വെച്ച് അപ്പം നമ്മൾ വിചാരിക്കുക ഓക്കെ അപ്പർച്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന ഫാമിലിയിലാണ് വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഈ പോളൻ വാളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ഇതിലാണ്. ഫേസ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് മൈക്രോസ്കോപ്പി ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകുമ്പോഴാണ് നമ്മൾ ഈ പോളൻ വാളിൻ്റെ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പോളൻ ഗ്രെയിൻസിൻ്റെ അൾട്രാ ഫൈൻ സെക്ഷൻസ് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പോളൻ ഗ്രെയിൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഈ പോളൻ മോർഫോളജി എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ഹയർ ലെവൽ ഓഫ് ടാക്സോണമിക് സ്റ്റഡീസിൽ നമുക്ക് ഈ പോളൻ മോർഫോളജി എന്ന് പറയുന്നത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചില ടാക്സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പോളൻ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്തെയില്ല, ചേഞ്ച് ചെയ്യില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പോളൻ ആയിരിക്കും ആ ഒരു ടാക്സോണിൽ കാണുന്നുണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റീനോപാലിനസ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന് എക്സ്ക്ലൂസീവ് ആയിരിക്കും. ചില ക്യാരക്ടർ എന്ന് പറയുന്നത് ചില ടൈപ്പ് ഓഫ് പോളൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അതായത് സ്റ്റീനോപാലിനസ് അല്ലെങ്കിൽ യൂണിപാലിനസ് എന്നും പറയാറുണ്ട്. ഓക്കെ, സ്റ്റീനോ അല്ലെങ്കിൽ യൂണിപാലിനസ് എന്ന് പറയും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോളൻ ടൈപ്പ് അല്ലെങ്കിൽ പോളൻ ക്യാരക്ടർ ഉള്ളതിനെയാണ് സ്റ്റീനോപാലിനസ് എന്ന് പറയുന്നത്. ഗ്രാമിനെ എന്ന് പറയുന്നത് ഒരു യൂണിപാലിനസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിൽ മോണോപോറൈറ്റ് അപ്പേർച്ചറാണ് ഉള്ളത്. അതിൻ്റെ എക്സൈൻ്റെ വാൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ് അതിൻ്റെ എക്സൈൻ വാൾ എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാമിനെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ചിലതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ്, അപ്പർച്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ, എക്സൈൻ്റെ സ്ട്രാറ്റിഫിക്കേഷനൊക്കെ ആ ഒരു ടാക്സയിൽ വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും, ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂറിപാലിനസ് എന്ന് പറയും. യൂറിപാലിനസ് അല്ലെങ്കിൽ മൾട്ടിപാലിനസ് എന്ന് പറയാറുണ്ട്. അതായത് യൂഫോർബിയേസി എന്ന് പറയുന്നതൊക്കെ ഒരു മൾട്ടിപാലിനസ് ആയിട്ടുള്ള ഓരോന്നിലും പല തരത്തിലുള്ള അപ്പേർച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ, ഓരോ ഡിഫറെൻറ്റ് പോളൻ ടൈപ്സ് ആയിരിക്കും യൂഫോർബിയേസിയ മെമ്പേഴ്സിൽ ഓരോരുത്തർക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ക്രൂസിഫെറ, ലേബിയേറ്റ് ആൻഡ് എസ്ക്ലിപ്പേഡേസി ഒക്കെ സ്റ്റീനോപാലിനസ് ആണ്. എക്കാന്തേസിയർ, റൂബിയേസിയെ, കമ്പോസിറ്റ്, വെർബനേസി ഒക്കെ മൾട്ടിപാലിനസ് അല്ലെങ്കിൽ യൂറിപാലിനസ് ആയിട്ടുള്ള സ്പീഷീസാണ്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻ്റെ ഇങ്ങനത്തെ സ്റ്റീനോഫാലിനസ് അല്ലെങ്കിൽ യൂറിഫാലിനസ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടാക്സേനെ തിരിച്ചറിയാനായിട്ട് പറ്റും അല്ലേ.
സ്റ്റീനോഫാലനസ് ആയിട്ടുള്ള ഫാമിലീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെരി നാച്ചുറൽ ആയിട്ടായിരിക്കും. എന്നാൽ യൂറിപാലനസ് എന്താണ്, അവിടെ നാച്ചുറൽ ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ്, ക്ലിയർലി ഹെട്രോജനസ് ആയിരിക്കും. ആ ടാക്സിയിലുള്ള ഓരോ മെമ്പേഴ്സ് എന്തായിരിക്കും, ഓരോ ഗ്രൂപ്പ്സും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇനി പോളൻ മോർഫോളജിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. എന്തിന്, ജനറേനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിഗോണം സെൻസുലേറ്റ് എന്ന് പറയുന്നതിൽ എന്താണ്, ഒരുപാട് ടൈപ്സ് കാണുന്നുണ്ട്. ആ ഒരു ഇതിൽ ഹെഡ്ബർഗ് 1946 സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സെവൻ ജനറേസിൻ്റെ ഡിവിഷൻ നമുക്ക് എന്താണ്, പോളൻ ടൈപ്പ് വെച്ചിട്ട് 7 ജനറേസിനെ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജനറൽ മോർഫോളജിയും അതുപോലെ തന്നെ ക്രോമസോം നമ്പറും വെച്ചിട്ട് ജനറകളെ 7 ഡിഫറെൻ്റ് ആയിട്ട്, അതായത് പോളിഗോണം സെനുലേറ്റ് എന്ന് പറയുന്നതിൽ ജനറകളെ 7 ഡിഫറെൻറ്റ് ജനറാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളൻ മോർഫോളജി, അതിൻ്റെ പോളൻ്റെ ജനറൽ മോർഫോളജി വെച്ചിട്ട്. ഹെഡ്ബർഗ് ഡേവിസ് 1960 സജസ്റ്റ് ചെയ്തത് പോളൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആനുവൽ റാനങ്കുലസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്താണ്, ഹെൽപ്പ് ചെയ്യും. അതായത് ഫ്രൂട്ട്സ് ഇല്ലാത്ത സമയത്ത് ആനുവൽ ആയിട്ടുള്ള റാനങ്കുലസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോളൻ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഡേവിസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഫാലനോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷാർപ്പ് ലൈൻ ഡിമാർക്കേഷൻ കാണിക്കുന്നില്ല ഇതിൻ്റെ ഇടയിൽ, മോണോക്കോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെ ഇടയിൽ. അതായത് മോണോക്കോട്ടിൽ ഇങ്ങനത്തെ പോളൻസ് ആണ് ഉണ്ടാവുക, ഡൈക്കോട്ടിൽ ഇങ്ങനത്തെ പോളൻസ് ആണ് ഉണ്ടാവുക, അല്ലാതെ എന്താണ്, അപ്പോൾ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എന്ന് പറയുന്നത് പോളൻ മോർഫോളജിയിൽ ഡൈക്കോട്ടും മോണോക്കോട്ടും തമ്മിൽ ഇല്ല. അപ്പോൾ ചില മോണോക്കോട്ട്സ്, ചില ഡൈക്കോട്ട്, അതായത് അനോണേസിയ, മാഗ്നോളിയേസിയ, നിംഫേസിയ എന്നൊക്കെ പറഞ്ഞ ഡൈക്കോട്ട് പ്ലാന്റ്സിന് എന്താണ്, മോണോക്കോട്ടിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മോണോക്കോട്ടായിട്ടുള്ള ചിലവരെന്താണ്, ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടേഴ്സും കാണിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നതിൽ എന്താണ്, കമ്പോസിറ്റ് അപ്പേർച്ചേഴ്സ് ഉള്ള പോളൻ ഗ്രെയിൻസ് ആണ് പൊതുവേ ഡൈക്കോട്ടിൽ കാണുന്നത്. ഓക്കെ, ഇനി ആൻജിയോസ്പോമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ബേസിക് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ആൻജിയോസ്പോമിൽ കാണുന്നത്, മോണോസൾക്കേറ്റും അതുപോലെ തന്നെ ട്രൈക്കോൾപേറ്റും. മോണോസൾക്കേറ്റും ട്രൈക്കോൾപേറ്റും ആണ് ആൻജിയോസ്പോമിൽ കാണുന്ന ബേസിക് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ടൈപ്പ് എന്ന് പറയുന്നത്. മോണോസൾക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബോർഡ് ഷേപ്പ്ഡ് ആണ്. അതെന്താണ് ഉള്ളത്, ഒരു ലോങ് ആയിട്ടുള്ളൊരു ജെർമിനൽ ഫറോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജെർമിനൽ അപ്പേർച്ചറും ഉണ്ട്. അങ്ങനത്തെ പോളൻ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡൈക്കോട്ടിൻ്റെയും മെജോറിറ്റി ഓഫ് മോണോക്കോട്ടിൻ്റെയും സൈക്കഡ്സ്, ടെറിഡോസ്പോംസ്, അതിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറാണ് ആ ഒരു മോണോകോൾപേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോർഡ് ഷേപ്പ്ഡ് ആയിരിക്കും, ഒരു ലോങ് ജെർമിനൽ ഫറോയും ഒരു ജെർമിനൽ അപ്പേർച്ചറും ആയിരിക്കും അതിനുണ്ടാവുക. പിന്നെ ട്രൈക്കോൾപേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബോസ് ആയിട്ടുള്ള സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് ട്രൈക്കോൾപേറ്റ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബോസ് ആയിരിക്കും, സിമ്മട്രിക്കൽ ആയിരിക്കും, 3 ജെർമിനൽ അപ്പേർച്ചേഴ്സ് ആയിരിക്കും അതിനുണ്ടാവുക. എന്താണ്, 3 ജെർമിനൽ അപ്പേർച്ചേഴ്സ് ആയിരിക്കും അതിനുണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡൈക്കോട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ട്രൈക്കോൾപേറ്റ് ആയിട്ടുള്ള ഗ്രെയിൻസ്, പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി ബ്രൂബേക്കർ 1967 പോളൻ്റെ സൈറ്റോളജി സ്റ്റഡി ചെയ്തപ്പം 2000 സ്പീഷീസിന് 2000 സ്പീഷീസ് ഓഫ് ആൻജിയോസ്പോമിൻ്റെ എന്താണ് പോളൻ ഗ്രെയിൻസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൽ മോണോക്കോട്സ് ഉണ്ട്, ഡൈക്കോട്സ് ഉണ്ട്. അതിൽ 265 ഫാമിലി എന്താണ് 265 ഫാമിലീസാണ് അതിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതിൽ 179 എണ്ണത്തിന് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളനാണുള്ളത്. അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ആ ഒരു റിലീസിൻ്റെ സമയത്ത് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളനാണുള്ളത്. അതിൽ 54 എണ്ണത്തിന് എന്താണ് ട്രൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളൻസ് ആണുള്ളത്. 32 എണ്ണത്തിന്
ബൈന്യൂക്ലിയേറ്റും ഉണ്ട്, ട്രൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളൻസും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസ്, സബ്മേർജ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ള അക്വാട്ടിക് ആയിട്ടുള്ള സ്പീഷീസിൽ എന്താണ് പോളൻ എന്ന് പറയുന്നത് ട്രൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രിമിറ്റീവ് ടാക്സ, എല്ലാ പ്രിമിറ്റീവ് ടാക്സയിലും എന്താണ് മോസ്റ്റ്ലി ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളൻസ് ആണ് ഉള്ളത്. ഓക്കെ, എല്ലാ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടാക്സയിലും ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളൻസ് ആണ്, അതായത് മഗ്നോളിയൽസ്, മരിക്കേൽസ്, റാനേൽസ്, ആർട്ടിക്കേൽസ്, കാഷ്വറൈനേൽസ്, അതിലൊക്കെ എന്താണ് അരിസ്റ്റലോക്കേൽസ്, അതിലൊക്കെ എന്താണ്, ഇതൊക്കെ പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ്. പെപ്പറേൽസ്, അതിലൊക്കെ എന്താണ് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളനാണ് ഉള്ളത്. പിന്നെന്താ കണ്ടെത്തിയത്? ട്രൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയ്റ്റാന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കമ്പോസിറ്റ് ഫാമിലീസ് ആയിട്ടുള്ള കമ്പോസിറ്റ്, അംബലിഫെറേ, ഹിപ്പുറിഡേസിയെ, ക്രൂസിഫറേസിയെ, പോളിഗോണേസിയെ, പ്ലംബിഗേനേസിയെ, പിന്നെന്താണ് അതിലൊക്കെ എന്താണ് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രൈന്യൂക്ലിയേറ്റ് പോളൻസ് ആണ് കാണുന്നത്. അക്കോർഡിംഗ് ടു ക്രുഗ്നിസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഇത് പ്രകാരം പോളൻ എന്ന് പറയുന്നത് ബൈന്യൂക്ലിയേറ്റ് ആണ്. മഗ്നോളിയസിൽ എന്താണ് ബൈന്യൂക്ലിയേറ്റും, കാരിയോഫില്ലേഡിയയിൽ എന്താണ് ട്രൈന്യൂക്ലിയേറ്റും ആണ്. അക്കോർഡിംഗ് ടു റാഡ്ഫോർഡ് പോളൻ എന്ന് പറയുന്നത് എന്താണ് ടെട്രാഡാണ്. എന്തിൽ? എറിക്കേസിയയിൽ. അസ്ക്ലിപ്പേഡിയസിൽ എന്താണ് പോളീനിയാണ് ഉള്ളത്. പോളൻ വാൾ എന്ന് പറയുന്നത് എക്കൈനേറ്റ് ആണ്. എന്തിൽ? ടാറാക്സാമത്തിലുള്ളത്. പിന്നെന്താണ് സ്ക്രാബൈറ്റ് ആണ് എന്തിലുള്ളത്? സ്കാബ്രൈറ്റ് ആണ് എന്തുള്ളത്? കുർക്കസിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ കണ്ടെത്തലുകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഫാമിലിയിൽ അങ്ങനെയാണ്, ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോളൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ ഫാമിലി ആകും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ 1-2 എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ബ്രൂബേക്കറിൻ്റെ അദ്ദേഹം നടത്തിയ സ്റ്റഡീനെ കുറിച്ചൊന്ന് ഓർത്ത് വെച്ചിട്ട് അതിലേതാണ് കംപ്ലീറ്റ് ആ ഒരു എണ്ണൊന്നും പറയണമെന്നില്ല. എന്താണ് ട്രൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ളത് പ്രിമിറ്റീവ് ടാക്സയ്ക്ക് ബൈന്യൂക്ലിയേറ്റ് കണ്ടീഷനും അഡ്വാൻസ്ഡ് ആയതിന് ട്രൈന്യൂക്ലിയേറ്റ് കണ്ടീഷനും ആണെന്നുള്ളത് അങ്ങനത്തെ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. റാഡ്ഫോർഡ് പറഞ്ഞത് അതായത് ടെട്രാഡാണ് എറിക്കേസിയയിൽ, പൊളീനിയാണ് അസ്ക്ലിപ്പേഡേസിയയിൽ, അതുപോലെ തന്നെ മഗ്നോളിയഡിയയിൽ എന്താണ് ബൈന്യൂക്ലിയേറ്റ് ആണ്. കാരിയോഫില്ലിഡയിൽ എന്താണ് മഗ്നോളിയഡിയയിൽ എന്താണ് ബൈന്യൂക്ലിയേറ്റ് ആണ്. കാരിയോഫില്ലിഡയിൽ എന്താണ് ട്രൈന്യൂക്ലിയേറ്റ് ആണെന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി PK നായർ 1974 പാലനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് പ്രകാരം 3 ഗ്രൂപ്പ്സ് ആണുള്ളത്. അമോർഫോസ്പോറോഫൈറ്റ, ട്രൈമോർഫോസ്പോറോഫൈറ്റ, പോളിമോർഫോസ്പോറോഫൈറ്റ, അങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ അമോർഫോസ്പോറോഫൈറ്റയിൽ എന്താണ് താലോഫൈറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് അപ്പർച്ചർ എന്ന് പറഞ്ഞത് ഇല്ല, അപ്പർച്ചർ മാർക്കിങ് ഇല്ലാത്തതിനെയാണ് അമോർഫോസ്പോറോഫൈറ്റ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ളത്. ട്രൈമോർഫോസ്പോറോഫൈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കിഗോണേറ്റയിൽ ഉള്ളതാണ്. അതായത് മോണോലീറ്റ്, ട്രൈലീറ്റ് ആൻഡ് അല്ലീറ്റ് ആയിട്ടുള്ള സ്പോർസ് ഉള്ളതിനെയാണ് ട്രൈമോർഫോസ്പോറോഫൈറ്റയിലുള്ളത്. പിന്നെ വരുന്നത് പോളിമോർഫോസ്പോറോഫൈറ്റയാണ്. അതിൽ ആൻജിയോസ്പേംസ് ആണ് വരുന്നത്. അതിലെന്താണ് ഡൈവേഴ്സ് ഫോം ഓഫ് അപ്പേർച്ചർ ടൈപ്സ് കാണിക്കുന്നുണ്ട് ഈ പോളിമോർഫോസ്പോറോഫൈറ്റയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ്. എന്താണ് PK നായർ എന്താണ് പാലനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതാണ്. അതിൽ 3 ഗ്രൂപ്പ്സ് ആണുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. അമോർഫോസ്പോറോഫൈറ്റ, ട്രൈമോർഫോസ്പോറോഫൈറ്റ, പോളിമോർഫോസ്പോറോഫൈറ്റ. അതിൽ അമോർഫോസ്പോറോഫൈറ്റയിൽ നോൺ അപ്പേർച്ചറാണ്. ട്രൈമോർഫോസ്പോറോഫൈറ്റയിൽ മോണോലീറ്റ്, ട്രൈലീറ്റ് ആൻഡ് അലീറ്റ് സ്പോർസ് ആണുള്ളത്. പിന്നെ പോളിമോർഫയിൽ എന്താണ് ഡൈവേഴ്സ് ആയിട്ടുള്ള അപ്പേർച്ചർ ടൈപ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോൾ ഓഫ് പാലനോളജി ഇൻ ടാക്സോണമി
അങ്ങനെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി അതിൻ്റെ അപ്പോച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അപ്പോച്ചേഴ്സിനും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കൾച്ചറിനെയും ബേസ് ചെയ്തിട്ട് ആൻജിയോസ്പോമിനെ 2 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് യൂറിപാലനസ് ഫോംസും സ്റ്റീനോപാലനസും. യൂറിപാലനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് അല്ലാത്തത്, അതായത് ഇങ്ങനെ വാരിയിങ് ആയിട്ടുള്ള സൈസും പോളൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് വാരി ചെയ്യുന്നതാണ് എന്ത് യൂറിപാലനസ്. സ്റ്റീനോപാലനസ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് പോളൻ ടൈപ്പിന് ഉണ്ടാവുക. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സ്റ്റഡീസ് വെച്ചിട്ട് പോളൻ ഗ്രെയിൻസിൻ്റെ എന്താണ് സെക്സ് സ്ട്രാറ്റിഫിക്കേഷൻ, ഓർണമെൻറ്റേഷൻ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർണമെൻറ്റേഷൻ അതുപോലെ തന്നെ എക്ടോസെക്സൈൻ സ്ട്രക്ചർ, എൻഡോസെക്സൈൻ സ്ട്രക്ചർ, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പോളൻ ഗ്രെയിൻസിൻ്റെ ഓർണമെൻറ്റേഷൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിംനോസ്പോമിൻ്റെ പോളൻ ഗ്രെയിൻസിൽ എന്താണ് അൽവിയോലാർ അല്ലെങ്കിൽ ഗ്രാനുലാർ ആയിട്ടുള്ള എക്ടോസെക്സൈൻ ആണുള്ളത്. അതുപോലെ തന്നെ ലാമിയേറ്റ് ആയിട്ടുള്ള എൻഡോസെക്സൈൻ ആണുള്ളത്. ഓക്കെ, ജിംനോസ്പോമിൻ്റെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത എന്താണ്, അൽവിയോലാർ അല്ലെങ്കിൽ ഗ്രാനുലാർ ആയിട്ടുള്ള എക്ടോസെക്സൈനും ലാമിനേറ്റ് ആയിട്ടുള്ള എൻഡോസെക്സൈനുമാണ് ജിംനോസ്പോമിൻ്റെ പോളൻ ഗ്രെയിൻസിനുള്ളത്. ഇനി ആൻജിയോസ്പോമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളുമല്ലാർ അല്ലെങ്കിൽ ഗ്രാനുലാർ ആയിട്ടുള്ള എക്ടോസെക്സൈനും നോൺ ലാമിനേറ്റ് ആയിട്ടുള്ള എൻഡോസെക്സൈനും ആണ് ആർക്കുള്ളത്, ആൻജിയോസ്പോമിനുള്ളത്. ഇനി ജനറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻജിയോസ്പോംസിൽ പോളൻസിന് മാസീവായിട്ടുള്ള സെക്സീനും തിന്നായിട്ടുള്ള ഇൻറ്റേനുമാണ് ആർക്കുള്ളത്, ആൻജിയോസ്പോംസിൻ്റെ പോളൻസിനുള്ളത്. ഇനി ചില ഫാമിലീസ്, മോണോക്കോട്ട് ഫാമിലീസ് ആയിട്ടുള്ള അമാരിലിഡേസിയെ, കാനേസിയെ, മ്യൂസേസിയെ, സിഞ്ചിബറേസിയെ, മറാൻഡേസിയെ, ഇതിലൊക്കെ എന്താണ് സെക്സൈൻ എന്ന് പറയുന്നത് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. ഇൻറ്റേനാണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പാലനോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിയോണേസിയനെ റാനങ്കുലേസിയനെ സെപ്പറേറ്റ് ചെയ്യുന്നത് പാലനോളജിക്കൽ സ്റ്റഡീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ നെലുംബേസിയനെ നിംഫേസിയെന്ന്, ഫ്യുമാരേസിയനെ പെപ്പവറേസിയെന്ന്, ബോംബെക്കേസിയെന്ന് മാൽവേസിയെന്ന് ബോംബെക്കേസിയനെ, അതായത് റാനങ്കുലേസിയെന്ന് പിയോണേസിയനെ, നിംഫേസിയെന്ന് നെല്ലുംബോസിയനെ, പെപ്പാവറേസിയനെ, ഫ്യുമാരേസിയനെയൊക്കെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു പാലനോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്. കൺവോൾവുലേസിയെന്ന് കസ്കൂട്ടേസിയനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു പാലനോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടാണ്. ഇനി ഇന്ത്യൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അംബലിഫേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ത്, ഈ ഇന്ത്യൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് റോൾ ഓഫ് പാലനോളജി എന്ന് പറയുന്നത്. ഇത് കുറച്ചൊരു ഒരുപാട് നമുക്ക് എന്താണ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ 1-2 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാം. എല്ലാ പോയിൻറ്റ്സും ഇപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ പറയുമ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ഈ സ്റ്റീനോപാലനസും അതുപോലെ തന്നെ യൂറിപാലനസും എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഡൈക്കോട്ടും മോണോക്കോട്ടും ഷാർപ്പായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ ബ്രൂബേക്കറിൻ്റെ ആ ഒരു സ്റ്റഡി ഓർത്ത് വയ്ക്കാം. അതിലെന്താ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്, ബൈ ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പോളൻസ് ആണ് കുറച്ചുകൂടെ പ്രിമിറ്റീവ്, ട്രൈ ന്യൂക്ലിയേറ്റ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നുള്ള ആ രീതിയിൽ ഓർത്ത് വയ്ക്കാം. പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ PKK നായർ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും മോർഫോസ്പോറോഫൈറ്റ, ട്രൈമോർഫോസ്പോറോഫൈറ്റ, പോളിമോർഫോസ്പോറോഫൈറ്റ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കൊടുക്കുക. ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഈ ജിംനോസ്പോമിൻ്റെ പോളൻ്റെ പ്രത്യേകത എന്താണ്, ജിംനോസ്പോമിൻ്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആൻജിയോസ്പോമിൻ്റെ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് പാലനോളജിക്കൽ സ്റ്റഡീസ് എന്തിനു സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, റാനങ്കുലേസിയയിൽ നിന്ന് പിയോണേസിയനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നിംഫേസിയെന്ന് എന്താണ് നെലുംബേസിയനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് അംബലിഫേഴ്സിനെ ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യുന്നതെന്നുള്ള അങ്ങനത്തെ പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കുക. ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നമുക്ക് എത്രത്തോളം തലയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.